നിൽക്കുന്നത് ആറ്റിങ്ങൽ ജംഗ്ഷനിലാണ്. സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിലായി പര്യടനത്തിലാണ്. അല്പസമയങ്ങൾക്കകം തന്നെ സ്ഥാനാർത്ഥികൾ എല്ലാവരും 3 പേരും ആറ്റിങ്ങൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിന്റെ ഒരു ആവേശത്തിലേക്ക് മണ്ഡലം അങ്ങ് മാറുകയാണ്, അതിന്റെ ഒരു മൂഡിലേക്ക് മാറുകയാണ്. തയ്യാറെടുപ്പുകളാണ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളിലെല്ലാം ഉള്ളത്. ഈ കേരളത്തിലെ മുഴുവൻ മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും ഒരുപോലെ 3 സ്ഥാനാർത്ഥികൾക്കും വിജയിക്കും എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ ആത്മവിശ്വാസം പകരുന്ന ഘടകങ്ങളുള്ള ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അതിനാൽ തന്നെ തീപാറുന്ന പോരാട്ടവും നടക്കുന്നു. കാടിളക്കിയുള്ള പ്രചരണത്തിലേക്ക് കഴിഞ്ഞ കുറേ ദിവസമായി മണ്ഡലം മാറിയിട്ട് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് വി ജോയും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശും വി മുരളീധരനുമെല്ലാം. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ് എങ്കിൽ ജില്ലാ സെക്രട്ടറിയും MLA-യുമായ വി ജോയിയെ തന്നെ കളത്തിലേക്ക് ഇറക്കുന്നു CPM. അതോടൊപ്പം തന്നെ സിറ്റിംഗ് MP ആയിട്ടുള്ള അടൂർ പ്രകാശ് 3 പേര് കൂടി എത്തുമ്പോൾ പ്രവചനാതീതമാവുകയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് കാണാൻ കഴിയും ആറ്റിങ്ങൽ ജംഗ്ഷനിലേക്ക് വിവിധയിടങ്ങളിലായുള്ള പ്രചരണ വാഹനങ്ങൾ ഓരോന്നോരോന്നായി എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ 3 സ്ഥലങ്ങൾ 3 മുന്നണികൾക്കുമായി വീതം വെച്ച് നൽകിയിട്ടുണ്ട്. അവിടേക്ക് പ്രവർത്തകരോട് നിൽക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിലായി ചില നേരിയ തോതിലുള്ള ചില സംഘർഷങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ വിജയിച്ച് കയറാൻ കഴിയും. കഴിഞ്ഞ തവണ 2019-ലുണ്ടായ അട്ടിമറി വിജയത്തിൽ നിന്നും അടൂർ പ്രകാശിനെ പിടിച്ചു കെട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇത്തവണ എന്തായാലും ഇടതു ക്യാമ്പ് പങ്കുവെക്കുന്നത്. അതിനാൽ തന്നെയാണ് വി ജോയ്ക്ക് കളമൊരുക്കി ജില്ലാ സെക്രട്ടറിയായ വി ജോയിയെ തന്നെ ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വി ജോയിയെ തന്നെ CPM കളത്തിലേക്ക് ഇറക്കുന്നത്. അതിനാൽ തന്നെ വലിയ വിജയപ്രതീക്ഷ അവർ കാത്തുസൂക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകളുണ്ട്, 2,80,000-ഓളം വരുന്ന വോട്ടുകൾ. ആ വോട്ടിന്റെ പിൻബലത്തിൽ ആ പ്രതീക്ഷയിലാണ് ഇവിടേക്ക് വി മുരളീധരൻ വന്നിറങ്ങുന്നത്. ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെട്ട് ഇവിടുന്ന് പോയി പിന്നീട് ഈ മണ്ഡലം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഒരു കേന്ദ്രമന്ത്രി എന്നതിലുപരി ഈ മണ്ഡലത്തിലെ ഒരു MP പ്രവർത്തിക്കുന്ന നിലയിലാണ് വി മുരളീധരന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഓടിയെത്തിയ വി മുരളീധരനെ കഴിഞ്ഞ കുറെ കാലമായി നമ്മളിവിടെ കാണുന്നതാണ്. അങ്ങനെ വി മുരളീധരന്റെ പ്രവർത്തനം ആ വഴിക്ക് പോകുമ്പോൾ അടൂർ പ്രകാശ് തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി തീരുമാനിക്കുന്നതിലും തിരഞ്ഞെടുപ്പ് തന്ത്രം മെനയുന്നതിലും അടൂർ പ്രകാശിനെ പോലെ മറ്റൊരു കോൺഗ്രസ് നേതാവിന് നിലവിൽ ഈ സംസ്ഥാനത്ത് കഴിയുമോ എന്ന കാര്യം സംശയമാണ്. അത്തരത്തിൽ ഉള്ള തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ അടൂർ പ്രകാശ് നിൽക്കുമ്പോൾ എന്താകും മണ്ഡലത്തിന്റെ ചിത്രം എന്ന കാര്യത്തിൽ നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് പറയേണ്ടി വരും. ഇവിടെ ഇറങ്ങി ഈ 20 മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി ആറ്റിങ്ങൽ മാറുകയാണ്. സംഘടനാ സംവിധാനങ്ങളുടെ മാറ്റുരക്കൽ കൂടിയാണ്. CPM മുഴുവനായി അവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി നേതാക്കളില്ലെന്നാ പറയുന്നത്. അധ്വാനം ചെയ്യുന്നു. കാരണം അവർ തെക്കൻ കേരളത്തിൽ ഉറപ്പായും ജയിക്കുമെന്ന് കരുതുന്ന ഏക മണ്ഡലം ആറ്റിങ്ങലാണെന്നുള്ളതുകൊണ്ട് CPM അത്യധ്വാനം ചെയ്യുന്നു. മറുവശത്ത് നേരത്തെ അമല് പറഞ്ഞതുപോലെ അടൂർ പ്രകാശ് സ്വന്തം നിലയ്ക്ക് ഒരു ഇലക്ഷൻ മെഷീനാണ്. അദ്ദേഹം മത്സരിക്കുമ്പോഴാണ് കോന്നി UDF ജയിക്കുക. അദ്ദേഹം അടൂർ പ്രകാശ് മത്സരിക്കുകയാണ് ജയിച്ചത്. മറുവശത്ത് മുരളീധരൻ അവിടെ ഇപ്പൊ പോയി മത്സരിക്കുന്നതല്ല, മറിച്ച് 2-3 വർഷമായിട്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന് പക്ഷേ മുരളീധരൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ശോഭ പിടിച്ചതിന്റെ അത്രയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മുരളീധരൻ പിടിച്ചില്ലെങ്കിൽ വലിയ ക്ഷീണമാണ്. അത് ക്ഷീണമാവും. അങ്ങനെ ക്ഷീണിക്കാനൊക്കെ വി മുരളീധരൻ തയ്യാറാവും എനിക്ക് തോന്നുന്നില്ല. BJP-യുടെ വർക്ക് അവിടെ വളരെ കാര്യമായി നടക്കുന്നുണ്ട്. ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുള്ള പ്രോജക്റ്റുകളുണ്ട്, വർക്ക് കാര്യമായി നടക്കുന്നുണ്ട്. പക്ഷേ ഈ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും കേരളവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പല പ്രശ്നങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാട്, പ്രതികരണങ്ങൾ, നമ്മുടെ സംസ്ഥാന സർക്കാരിനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, ഇത് ഇപ്പോൾ ഏത് പാർട്ടിക്കാണെങ്കിലും അവരുടെ വോട്ട് കൊണ്ട് മാത്രം മുന്നേറാൻ കഴിയില്ല. അതിനപ്പുറത്തുള്ള പൊതുസമൂഹത്തിൻ്റെ വോട്ട് കൂടി വേണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വി മുരളീധരൻ്റെ സമീപനം, അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ പൊതുസമൂഹത്തിന് അത്രത്തോളം സ്വീകാര്യമാണ്. ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ നാടല്ലേ, നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞോളൂ. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറം ഈ കേരളത്തോട് എന്തോ അതിഭയങ്കരമായ ശത്രുതയുള്ളതുപോലുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ടോ എന്ന് വികസന വിഷയങ്ങളായാലും സംസ്ഥാന സ്റ്റേറ്റിലെ സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം ഈ സംസ്ഥാന സർക്കാരിന് മറുപടി പറയാൻ, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് മറുപടി പറയാൻ അദ്ദേഹം വരുന്നു. മറുഭാഗത്ത് സർക്കാരും മുരളീധരനും എന്നുള്ള മട്ടിൽ ഒരു കേരള ശത്രു പരിവേഷം വെറുതെ വാങ്ങിച്ചു വെച്ചു. അത് പുറത്ത് വേറൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെയുണ്ട്. നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, വി മുരളീധരൻ കഴിഞ്ഞ കുറച്ച് കാലമായി അവിടെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് നോക്കൂ, നിർമ്മലാ സീതാരാമനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ തോതിൽ ക്യാമ്പയിൻ നടത്താൻ മുദ്രാ ലോണുകൾ വഴി ആ വിധത്തിലുള്ള ഇടപെടലുകളിലൂടെ വായ്പകൾ എത്തിക്കുന്നു. ആ വിധത്തിലൊക്കെ വലിയ തോതിൽ ജനങ്ങളുമായി ഇടപെടാൻ അദ്ദേഹം നിരന്തരം ശ്രമിച്ചു വന്നിട്ടുണ്ട്. പിന്നെ കേരള ശത്രു എന്നത് സ്വാഭാവികമായും കേന്ദ്രമന്ത്രി മറുപടി പറയുന്നത് മോദിക്ക് വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല. അദ്ദേഹം പറയുന്നത് ഞാൻ പിണറായി വിജയനെതിരാണ്
എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്ന സമീപനമാണ് പുലർത്തിപ്പോകുന്നത്. അത് ചിലപ്പോഴെങ്കിലും വ്യക്തിപരമായി മാറുകയും വ്യക്തിപരമാകുന്നതിനപ്പുറം ഈ പറയുന്ന നമ്മുടെ നാടിനോട് എന്തോ ഒരു അദ്ദേഹത്തിനൊരു എതിർപ്പുള്ളതുപോലെ. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ BJP-യുടെയും CPM-ന്റെയും കോൺഗ്രസിന്റെയും എല്ലാം പിന്തുണയ്ക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങനെ ഒരു കേവല രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് കാണുന്നുണ്ടോ? അദ്ദേഹത്തിന് ഈ നാടിനോട് തന്നെ എതിർപ്പാണോ എന്ന് ചിലപ്പോൾ സംശയമുള്ള രീതിയിലാണ് ചില പ്രതികരണങ്ങളെങ്കിലും